ഈ മനുഷ്യൻ പാപിയാണ് എന്ന് നമ്മൾ പറയുന്നത് ഏത് കാലത്തിലാണ്? 2024 നിന്നോണ്ടാ പറയുന്നത്. അപ്പം നാട്ടിൽ വിദ്യാഭ്യാസമുള്ള ഡിഗ്രി ഉള്ള പിള്ളേരൊക്കെ ചിലപ്പോൾ ചിരിക്കും. കാരണം അവർ പറയും യുവമാർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്നൊക്കെ നമ്മളെ നോക്കി ചിലപ്പോൾ കളിയാക്കി പറയും. എന്താ കാര്യം? കണ്ടുപിടുത്തങ്ങൾ മാറി, ഇൻ്റർനെറ്റ് മാറി, ടെക്നോളജി മാറി. UK-ലിരിക്കുന്ന ഒരു മലയാളി ചന്ദ്രനിൽ 30 സെൻറ്റ് വസ്തു വാങ്ങി. നിങ്ങൾ വായിച്ചില്ലേ? അപ്പോൾ ചന്ദ്രനിൽ മനുഷ്യൻ വസ്തു വാങ്ങി. ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്ന് കണ്ടുപിടുത്തം നടക്കുക. കൽക്കരി ഓടിച്ച ട്രെയിനിൽ നിന്ന് വന്ദേ ഭാരത് പോലുള്ള ഇലക്ട്രിക് ട്രെയിനിലേക്ക് വരെ കാലഘട്ടങ്ങൾ മാറി. എന്നിട്ടും ഈ ഉപദേശിമാർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇവന്മാർ ഇപ്പോഴും പറയുന്ന മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നു എന്ന് പുറത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചിരി വരാം. ഞാൻ ഒരു വാക്ക് പുറത്തുള്ള എൻ്റെ മാന്യ സഹോദരങ്ങളോട് പറയട്ടെ. കണ്ടുപിടുത്തം മാറി, ഞാൻ സമ്മതിക്കുന്നു. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്കായി സമ്മതിക്കുന്നു. ആകാശമാർഗ്ഗെ മനുഷ്യൻ സഞ്ചരിക്കുന്നു, സമ്മതിക്കുന്നു. ഗ്രഹങ്ങളിൽ വീട് വയ്ക്കാനുള്ള ചിന്ത വരെ എത്തി, സമ്മതിക്കുന്നു. കൽക്കരി ഓടിച്ച ട്രെയിൻ മാറി ഇലക്ട്രിക് വന്ദേ ഭാരത് വന്നതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒറ്റ ചോദ്യം, കൽക്കരി ട്രെയിനിൽ നിങ്ങൾ കയറിയിട്ടുണ്ടാകാം, വന്ദേ ഭാരതിലും കയറിയിട്ടുണ്ടാകാം, ഇന്ന് ഓടുന്ന മറ്റ് ട്രെയിനുകളിലും നിങ്ങൾ കയറിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇലക്ട്രിക് ആയിട്ടും കൽക്കരി ആയിട്ടും എന്തെല്ലാം മാറ്റങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് വന്നിട്ടും ഗ്രഹങ്ങളിൽ വീട് വെക്കാറായിട്ടും ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ട്രെയിനിൻ്റെ അകത്തെ കക്കൂസിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീലിൻ്റെ കപ്പ് ചങ്ങലയിട്ട് വെച്ചേക്കുന്നു. അതിനൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും വന്നിട്ടില്ല. കൽക്കരി മാറി ഇലക്ട്രിക്കായി, വന്ദേ ഭാരതായി, എല്ലാ സ്ഥലത്തിലും മാറ്റങ്ങൾ വന്നു. മനുഷ്യൻ ഗ്രഹത്തിൽ പോയി, ചന്ദ്രനെ വീട് വെക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിച്ചോട്ടെ. പക്ഷേ ഈ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലയിട്ടാണ് വെച്ചേക്കുന്നത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അവസരം കിട്ടിയാൽ കക്കൂസെ നീ കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഉണ്ടോ? കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാം മാറിയാലും തരം കിട്ടിയാൽ 5 രൂപയുടെ കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്ന മനുഷ്യൻ്റെ അകത്ത് ഈ പാപമെന്ന് പറയുന്ന സാധനം, കണ്ടുപിടുത്തങ്ങൾ എത്ര മാറിയിട്ടും മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന പാപം മാറിയിട്ടില്ല. ഇനിയും മനുഷ്യൻ പാപിയല്ലെന്ന് പാലിയോട്ട് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം പാലിയോട് പാപിയുണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും അന്വേഷിച്ച് പോകണ്ട. പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കിച്ചാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടാണ് സമാധാനത്തോടെ ഉറങ്ങിയത്. കാര്യം എന്താ? മനുഷ്യനെ പേടിച്ചിട്ടാ. വേണ്ട, സഹോദരിമാരിവിടെ ഒത്തിരിയുണ്ട്. ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി വെച്ചല്ലേ ഉറങ്ങുന്നത്? സത്യം പറ. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? പറ. അല്ല, പിന്നെ ആരെ പേടിച്ച്? കുറുവാ സംഘം, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട് അല്ലേ? അപ്പോൾ സകല മനുഷ്യനും മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുക. ടെക്നോളജി മാറിയിട്ടും, കണ്ടുപിടുത്തം മാറിയിട്ടും, ഇൻ്റർനെറ്റ് മാറിയിട്ടും, എല്ലാം പുരോഗമിച്ചിട്ടും മനുഷ്യൻ ഇന്നും മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാലത്തിന് മാറ്റം വന്നിട്ടില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരാഴ്ച മുമ്പ് നിങ്ങൾ വായിച്ചോ? 12 വയസ്സുള്ള ചെറുക്കൻ കളിക്കാൻ മൊബൈൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കഴുത്ത് ഇങ്ങനെ അറുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ സഹിതം കണ്ടില്ലേ? കിട്ടിയില്ലേ? മൊബൈൽ കിട്ടി. 12 വയസ്സുള്ള ചെറുക്കൻ പെറ്റതള്ളയുടെ കഴുത്ത് അറുത്ത് വെച്ചേക്കുക. മാറ്റം എവിടെ ഉണ്ടായി? ഇതെൻ്റെ ചങ്ക് കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് കഴിച്ച് കുടിച്ചു ഉറങ്ങിയുള്ള ചങ്കുകൾ രണ്ടും കൂടെ ബാറെ പോയി ഒരു കുപ്പിയെടുത്ത് അടി തുടങ്ങി. കുപ്പി അടിച്ച് തീർത്തപ്പോൾ ചങ്കിൻ്റെ കഴുത്ത് അറുത്തു. വായിച്ചില്ലേ? മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്.